അമേരിക്കയും ഇറാനും തമ്മിൽ രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവസാന നിമിഷത്തെ വെടിനിർത്തൽ കരാറിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തങ്ങളുടെ രാജ്യങ്ങളുടെ വിജയമായി ചിത്രീകരിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളെ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ സമ്മതിച്ചു. ഹോർമുസ് സ്ട്രെയിറ്റ് വീണ്ടും തുറക്കാനുള്ള കരാറിനെ തുടർന്ന് ആഗോള എണ്ണവില ഇടിഞ്ഞു. ഇത് ആഗോള ഇന്ധന വിപണിക്ക് വലിയ ആശ്വാസമാണ്. വെടിനിർത്തൽ സമയത്ത് നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇറാന്റെ സൈന്യം ഏകോപിപ്പിക്കും. വെള്ളിയാഴ്ച ചർച്ചകൾക്കായി ഇറാനിൽ നിന്നും യുഎസിൽ നിന്നുമുള്ള പ്രതിനിധികളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇറാനെതിരെ ആക്രമണങ്ങൾ നിർത്തിവെക്കുമെന്നും ലബനൻ വെടിനിർത്തലിന്റെ ഭാഗമല്ലെന്നും ഇസ്രയേൽ പറയുന്നു. ഇറാൻ ഇപ്പോൾ വാണിജ്യ കപ്പലുകൾക്ക് ചൈനീസ് യുവാനിൽ ഗതാഗത ടോൾ ഫീ ഈടാക്കുന്നുണ്ടെന്നാണ് ഒന്നിലധികം റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ വ്യക്തമല്ല ഹോർമൂസ് വഴി കപ്പലുകൾക്ക് കടന്നുപോകാൻ അവർ എത്ര ഫീസ് ഈടാക്കുമെന്നും അത് ചൈനീസ് യുവാനിലാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളാണ് യുഎസിന് മുൻപാകെ വെടിനിർത്തൽ സീസ് ഫയറിന് വേണ്ടി സമർപ്പിച്ചത്. അത് സബ്മിറ്റ് ചെയ്ത 10 കണ്ടീഷൻസ് ഇവയാണ്. 1. ഇരുപക്ഷവും ആക്രമണം ഒഴിവാക്കുകയും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അംഗീകരിക്കുകയും ചെയ്യുക. 2. ഇറാന്റെ സായുധ സേനയുമായി ഏകോപിപ്പിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള നിയന്ത്രിത പാത ഉണ്ടാകുക. ലബനനിലെ മൂന്നാമത്തെ കണ്ടീഷൻ ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെ ഉൾപ്പെടെ എല്ലാ മുന്നണികൾക്കെതിരെയും ഉള്ള യുദ്ധം അവസാനിപ്പിക്കുക. 4. മേഖലയിലെ എല്ലാ എയർബേസിൽ നിന്നും വിന്യാസ കേന്ദ്രങ്ങളിൽ നിന്നും യുഎസ് യുദ്ധസേനയെ പിൻവലിക്കുക. 5. UN സുരക്ഷാ കൗൺസിലിന്റെയും ഗവർണർമാരുടെയും എല്ലാ പ്രമേയങ്ങളും അവസാനിപ്പിക്കുക. 6. സമ്മതിച്ച നിബന്ധനകൾക്ക് കീഴിൽ ഇറാനിയൻ ആധിപത്യം ഉറപ്പാക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിതമായ ഒരു ഗതാഗത പ്രോട്ടോകോൾ സ്ഥാപിക്കുക. കണക്കുകൾ പ്രകാരം ഇറാനുള്ള നഷ്ടപരിഹാരം പൂർണ്ണമായും നൽകുക. അതാണ് 7ാമത്തെ കണ്ടീഷൻ. 8ാമത്തത് ഇറാനെതിരെ എല്ലാ പ്രൈമറി സെക്കൻഡറി ഉപരോധങ്ങളും നീക്കം ചെയ്യുക. ഇറാനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രൈമറി സെക്കൻഡറി ഉപരോധങ്ങളും നീക്കം ചെയ്യുക. 9ാമത് വിദേശത്തുള്ള ഇറാന്റെ തടഞ്ഞു വെച്ചിട്ടുള്ള സ്വത്തുക്കളും ആസ്തികളും വിട്ടയക്കുക. 10ാമതായിട്ട് പറയുന്നത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിലൂടെ ഈ വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കുകയും അതുവഴി അന്താരാഷ്ട്ര നിയമത്തിന് കീഴിൽ ഈ കണ്ടീഷൻസ് എല്ലാം അന്താരാഷ്ട്ര നിയമത്തിന് കീഴിൽ വരികയും ചെയ്യണം. ഇറാനുമായുള്ള വെടിനിർത്തലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇസ്രയേലിന്റെ സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങൾ നോക്കാം. ഇറാനുമായുള്ള വെടിനിർത്തൽ ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള നീക്കങ്ങളെ ബാധിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. പുലർച്ചെ ഇന്ന് രാവിലെ 3 മണിയോടെ ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഇറാനിൽ പുതിയ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഇസ്രയേൽ സൈന്യം IDF അറിയിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ്, അതായത് കഴിഞ്ഞ ദിവസം ഏപ്രിൽ 7 ചൊവ്വാഴ്ച, ഇസ്രയേൽ ഇറാനിലെ കാഷാനിലുള്ള തന്ത്രപ്രധാനമായ യഹ്യ അബാദ് റെയിൽവേ പാലത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അമേരിക്കയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഇന്ന് ഏപ്രിൽ 8-ാം തീയതി, ബഹ്റൈനിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബഹ്റൈനിലെ പ്രധാന വ്യവസായ കേന്ദ്രമായ സിത്ര മേഖലയിലാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. സിത്രയിലെ ഒരു സ്ഥാപനത്തിൽ മിസൈൽ അഥവാ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. ബഹ്റൈൻ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. ആക്രമണത്തിൽ 2 പൗരന്മാർക്ക് നിസാര പരിക്കേറ്റതായും സിത്രയിലെ ഏതാനും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും ബഹ്റൈൻ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തടഞ്ഞുവെന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായതെന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന ഇന്ന് പുലർച്ചെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തടഞ്ഞു. മിസൈലുകൾ തടയുന്നതിനിടെ അവയുടെ അവശിഷ്ടങ്ങൾ കുവൈറ്റിലെ ചില ജനവാസ കേന്ദ്രങ്ങളിൽ വീണതായാണ് റിപ്പോർട്ട്. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റതായും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും കുവൈറ്റ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ സ്ഥിരീകരിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ അവയെ പരാജയപ്പെടുത്തി.
വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം യുഎഇയിൽ മിസൈൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മിസൈൽ അലേർട്ട്സ് വന്നു. ഇറാനിൽ നിന്നുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി നേരിട്ടതായി യുഎഇ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് കോംപ്ലക്സിന് സമീപം പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത മുസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണതായി റിപ്പോർട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഉണ്ടായ തീപിടുത്തത്തിൽ 2 എമിറാറ്റികൾക്കും 1 ഇന്ത്യൻ പൗരനും നിസാര പരിക്കേറ്റു. മുൻകരുതൽ നടപടിയായി ഈ പ്ലാന്റിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ന് രാവിലെ രാജ്യത്തുടനീളം മൊബൈൽ ഫോണുകളിൽ അടിയന്തര ജാഗ്രതാ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിച്ചു. ഷാർജയിലെ സെൻട്രൽ റീജിയനിലുള്ള തുരൈയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് നേരെ കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 7 ചൊവ്വാഴ്ച, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ 2 പാകിസ്ഥാൻ പൗരന്മാർക്ക് പരിക്കേറ്റിരുന്നു. അവരെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. തുരൈയുടെ മാതൃകമ്പനിയായ സ്പേസ് 42 വ്യക്തമാക്കിയതനുസരിച്ച് ഉപഗ്രഹ സേവനങ്ങളെയും മറ്റ് സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളെയും ഈ ആക്രമണം ബാധിച്ചിട്ടില്ല. ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ സേവനം ലഭ്യമാക്കുന്നതാണെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. യുദ്ധഭീതി കുറഞ്ഞതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശ്വാസകരമാണ്. റഷ്യൻ മിലിറ്ററി നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ DNS ഹൈജാക്കിംഗ് ശൃംഖല തകർത്തതായി അമേരിക്കൻ നീതിന്യായ വകുപ്പ് അറിയിച്ചു. 3 വർഷത്തിലേറെയായി ഇറാനിലെ എവിൻ ജയിലിൽ കഴിഞ്ഞിരുന്ന ഫ്രഞ്ച് പൗരന്മാരായ സിസിൽ കോഹ്ലറും ജാക്വസ് പാരസും മോചിതരായി പാരീസിൽ തിരിച്ചെത്തി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നിർത്തലാക്കാനുള്ള ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ സിംബാബ്വേയിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം നടക്കുന്നു. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിലുണ്ടായ പുതിയ സംഘർഷത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ഇതേ തുടർന്ന് മേഖലയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ന് 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് തിരിക്കും. പ്രതിരോധം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയാകും. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ തനിക്കെതിരെ നൽകിയ കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ട് ഗൗതം അദാനി കോടതിയെ സമീപിച്ചു. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വർണ്ണവിലയിൽ ചെറിയ വർധനവുണ്ടാവുമെങ്കിലും മുൻ ദിവസങ്ങളിലെ അപേക്ഷിച്ച് വലിയ കുതിച്ചുചാട്ടമില്ല. ഇന്ന് നടക്കുന്ന IPL മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ആരാധകർ ആശങ്കയിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയിരുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ ഇന്ന് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള നിശബ്ദ പ്രചാരണത്തിലാണ്. പാലക്കാട് മണ്ഡലത്തിൽ വോട്ടർമാർക്ക് പണം നൽകിയെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ എത്തിയ വാഹനത്തിലുള്ളവർ പണം നൽകിയെന്നാണ് UDFന്റെ ആരോപണം. വാളയാർ കേസിലെ 6ാം പ്രതിയായ വിനോദ് കുമാറിനെ പാലക്കാട് അട്ടപ്പള്ളത്തെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നാളെ ഏപ്രിൽ 9 വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. വോട്ടെടുപ്പ് പ്രമാണിച്ച് നാളെ കേരളത്തിലെ എല്ലാ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലപ്രഖ്യാപനം മെയ് 4 ആയിരിക്കും.